അലീന ബാലചന്ദ്രൻ്റെ മകളല്ലെന്ന സത്യം തിരിച്ചറിഞ്ഞ് വൈജയന്തി. അങ്ങനെ വൈജയന്തിക്കാണെങ്കിൽ അലീനയുടെ കൂടെ തൻ്റെ മക്കൾ എറണാകുളത്തേക്ക് പോയത് ഒന്നും അത്ര പിടിച്ചിട്ടൊന്നുമില്ലാട്ടോ. ഇതേ സമയം മനുവിൻ്റെ അടുത്ത് ചെന്ന് വൈജയന്തി പറയുന്നുണ്ട്, അവർ എറണാകുളത്ത് പോകുന്ന കാര്യം നിന്നോട് പറഞ്ഞിരുന്നോ എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയം എന്നോട് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല, അവൾ പെട്ടെന്നെടുത്ത തീരുമാനമായിരിക്കും എന്ന് പറയുന്നു. ആ അലീന എൻ്റെ പിള്ളേരെ മൊത്തം എനിക്കെതിരാക്കി, എൻ്റെ പിള്ളേരെ വഴിതെറ്റിച്ച് അവൾ അവളുടെ ഇഷ്ടത്തിന് സഞ്ചരിപ്പിക്കുകയാണ് എന്ന് പറയുമ്പോൾ, ദേ ആൻറ്റി ആവശ്യമില്ലാതെ അലീനയെ ഇങ്ങനെ കുറ്റപ്പെടുത്തല്ലേ എന്ന് പറയുമ്പോൾ, എങ്കിൽ ഒരു വാക്ക് അവൾക്ക് നിന്നോട് വിളിച്ച് പറയാമായിരുന്നില്ലേ? അവളത് ചെയ്തില്ലല്ലോ, അത് എന്തുകൊണ്ടായിരിക്കും എന്ന് ചോദിക്കുന്നത് കാണാം. എടാ, നിന്നെയൊക്കെ അവൾ വെറുതെ ഒരു കോമാളിയെ പോലെയാണ് കാണുന്നത് എന്ന് പറയുന്നു. അങ്ങനെ ഇരിക്കെ മനു അലീനയെ വിളിച്ച് വൈജയന്തി പറഞ്ഞതുകൊണ്ടുള്ള സങ്കടങ്ങളൊക്കെ ഓരോന്നായി പറഞ്ഞു തീർക്കുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട് കേട്ടോ. ഇതേ സമയമെങ്കിൽ നമ്മുടെ അലീന മനുവിനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതായത് അച്ഛൻ എവിടേക്കോ പോയപ്പോൾ ഞങ്ങൾ അവിടെ നിൽക്കാൻ ഭയമില്ലാണ്ടല്ല ഇഷ്ടമില്ലാണ്ടല്ല രേവതിക്കുട്ടിയുടെ അടുത്ത് പോയിട്ട് കുറേ നാളായി. അപ്പോൾ പോകാമെന്ന് വിചാരിച്ചപ്പോൾ അവർ തൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞു. പെട്ടെന്നെടുത്ത തീരുമാനമാണ്, അതുകൊണ്ടാണ് പറയാൻ പറ്റാഞ്ഞത് മനുവേട്ട, പിണങ്ങല്ലേ എന്ന് പറയുന്നു. അപ്പോൾ മനുവാണെങ്കിൽ കാര്യം മനസ്സിലാക്കിയതോടുകൂടി അലീനയോട് നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ എന്തി അവൾ വിളിച്ചിട്ടെടുത്തില്ലേ എന്നൊക്കെ ചോദിച്ച് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയം നമ്മുടെ വൈജയന്തി അവിടേക്ക് വരുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ വൈജയന്തിയാണെങ്കിൽ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ മനു ഒന്നും അത്ര തന്നെ പറയുന്നില്ല. അവർ വരും, വരാതെ എവിടെ പോകാനാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കവേ നമ്മുടെ അലീനയുടെ കാര്യവും ബാലചന്ദ്രൻ എവിടെ പോയെന്നുള്ള കാര്യവും ചോദിക്കുന്നുണ്ട്. ബാലചന്ദ്രൻ അതായത് അങ്കിൾ എവിടെ പോയെന്നൊന്നും ഞാൻ ചോദിച്ചില്ല, അവർ എറണാകുളത്തുണ്ട്, അവർ നാളെ ഇങ്ങോട്ട് തിരിക്കുമെന്നാണ് പറഞ്ഞത് എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയം നമ്മുടെ വൈജയന്തിക്ക് നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. ആ അലീന വീട്ടിലേക്ക് വന്നതിൽ പിന്നെയാണ് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങിയത് എന്ന് പറയുന്നു. അവൾ ബാലചന്ദ്രൻ്റെ മകളായതുകൊണ്ടാണ് അവളെ ഇറക്കി വിടാൻ പോലും കഴിയാത്തത് എന്ന് പറയുമ്പോൾ മനുവിൻ്റെ സഹോദരി കമലയുടെ മകള് ശിവൻ്റെ മകള് പറയുന്നുണ്ട്. അതിന് ബാലചന്ദ്രൻ്റെ അതായത് ബാലചന്ദ്രനല്ലോ അലീനയുടെ അച്ഛൻ എന്ന് പറയുന്നു. ഇതേ സമയം വൈജ ഞെട്ടുന്നുണ്ട്. അപ്പോൾ വൈജയാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, പിന്നെ എന്തിനാണ് ബാലചന്ദ്രൻ അവളെ ഇങ്ങനെ സംരക്ഷിക്കുന്നത്? എന്താണ് കാര്യം? അവളെ ഞാൻ പുറത്താക്കാൻ പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് പുറത്താക്കാത്തത് എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കും. ഇത് ശിവൻ്റെ നേരെയും മനുവിൻ്റെ നേരെയുമാണ് ചോദിക്കുന്നത്. അപ്പോഴാണെങ്കിൽ അവർ അധികമൊന്നും മിണ്ടുന്നില്ല എന്ന് കാണാൻ സാധിക്കും. അതൊക്കെ വഴിയെ ആൻറ്റിക്ക് മനസ്സിലായിക്കൊള്ളും, ഇപ്പോൾ പറഞ്ഞു തരാനായിട്ട് സാധിക്കില്ല എന്ന് പറയുമ്പോൾ, എന്തുകൊണ്ട് സാധിക്കില്ല, എന്തുകൊണ്ട് പറയാൻ പറ്റില്ല? മര്യാദയ്ക്ക് പറയാനായിട്ട് പറയുമ്പോൾ അവർ സത്യം തുറന്ന് പറയുമോ എന്നൊക്കെ നമുക്ക് കാണേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വൈശ അങ്ങനെ ബാലചന്ദ്രൻ്റെ മകളല്ല അലീന എന്ന് തിരിച്ചറിയുകയാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.